കേരള സർവകലാശാല ചോദ്യപേപ്പറിലെ പിഴവിൽ വിചിത്രവാദവുമായി ഹിസ്റ്ററി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ എ ഷാജി. ചോദ്യങ്ങൾ ആവർത്തിച്ചത് കൂടുതൽ ചോയ്സ് നൽകിയതാണ് എന്നാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് വകുപ്പ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. വീഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് പരാതിയില്ലെന്ന് ഒപ്പിട്ട കത്തും മേധാവി സർവകലാശാലയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹാൻസ്, ഇത് ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണോ അതോ അധിക ചോദ്യങ്ങൾ വരികയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിൻ്റെ വിശദമായ ഒരു വിവരണം നൽകുമോ? ഹർഷൻ, കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് നടത്തിയ MA ഹിസ്റ്ററി വിഭാഗത്തിലെ പരീക്ഷയിലെ ചോദ്യപേപ്പറിലാണ് പിഴവ് കണ്ടെത്തിയത്. ഒരേ ചോദ്യപേപ്പറിൽ 3 ചോദ്യങ്ങൾ ഒരേ രീതിയിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. 4 ചോദ്യങ്ങൾക്ക് ചെറിയ മാറ്റം മാത്രമാണ് ഉണ്ടായത്. ഈ പിഴവാണ് ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായത്. MA ഹിസ്റ്ററി വിഭാഗത്തിലെ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഭാഗം 2 എന്ന ചോദ്യപേപ്പറിലാണ് പിഴവ് കണ്ടെത്തിയത്. പിഴവ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഈ ഹിസ്റ്ററി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ എ ഷാജിയോട് വിശദീകരണം തേടിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ വിശദീകരണ റിപ്പോർട്ട് വകുപ്പ് മേധാവി വൈസ് ചാൻസലർക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ പിഴവിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് എ ഷാജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള വിചിത്രവാദമാണ് എ ഷാജി ഈ വിശദീകരണ കുറിപ്പിൽ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്ന് ഒപ്പിട്ട കത്തും സർവകലാശാലയ്ക്ക് ഈ മേധാവി കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ കണ്ടെത്തൽ. കാരണം ഈ കാര്യവട്ടം ക്യാമ്പസിൽ നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ്, അവിടെയുള്ള അധ്യാപകർ തന്നെയാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയാൽ അത് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ചട്ടം ഈ വകുപ്പ് മേധാവി ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ വിശദീകരണ റിപ്പോർട്ട് മാത്രം പോരാ, ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പരീക്ഷാ സ്ഥിര സമിതിക്ക് VC ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹർഷൻ, ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.